നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രേവതി നക്ഷത്രത്തെ കുറിച്ചാണ്. രേവതി നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 1 മുതൽ 15 തീയതി വരെയുള്ള ഇന്ത്യൻ ജ്യോതിഷപ്രകാരമുള്ള ഫലങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഭാഗ്യ അനുഭവങ്ങളും ദൗർഭാഗ്യ അനുഭവങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഇവ വേർതിരിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻകരുതലോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ രേവതി നക്ഷത്രക്കാർക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ മാർച്ച് 1 മുതൽ 15 തീയതി വരെ. ഇവർക്ക് ഇവരുടെ ബിസിനസ് പരമായിട്ടും തൊഴിൽപരമായിട്ടുമാണ് ഈ സഞ്ചാരത്തിന്റെ ആവശ്യം വരുന്നത്. കൂടാതെ വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങൾക്ക് യാത്രകളുടെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. ഈ യാത്രകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട രേഖകളൊക്കെ എപ്പോഴും കൈ കരുതാൻ ശ്രമിക്കുക. ചില സമയങ്ങളിലൊക്കെ നമ്മൾ രേഖകളൊക്കെ എടുക്കാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അവസരം ചിലപ്പോൾ നമ്മൾക്ക് ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് വേണ്ടപ്പെട്ട രേഖകളൊക്കെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്തിനാണോ നിങ്ങൾ പോകുന്ന ആ കാര്യം നേടിയെടുക്കണമെങ്കിൽ രേഖകളൊക്കെ കൈകളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ യാത്രകളിലെല്ലാം നിങ്ങൾ എന്ത് യാത്രയാണോ ഉദ്ദേശിക്കുന്ന ആ യാത്രയ്ക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടിയും നിങ്ങൾ പോകണം. പെട്ടെന്നൊരു യാത്രയായിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. ആ സമയത്ത് മറന്നു പോകാതിരിക്കുവാൻ ഈ കാര്യങ്ങളൊന്ന് ഓർക്കുക. അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സ്വയം തൊഴിലിനൊക്കെ അപേക്ഷിക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. കൂടാതെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് വിപുലപ്പെടുത്താനും കഴിയുന്ന ഒരു സമയമാണ്. രേവതി നക്ഷത്രക്കാർക്ക് സമ്പത്തൊക്കെ അധികരിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ്. കൂടാതെ സന്താന ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. പുതിയ സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുവാനും മനസ്സിന് കുളിർമ നൽകുന്ന ചില നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കിടാനുമൊക്കെ കഴിയുന്നതാണ്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, ചില ആളുകളൊക്കെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. ചില ആളുകൾ ചികിത്സകൾ കൊണ്ട് അല്ലെങ്കിൽ സ്വയം തോന്നിയിട്ടൊക്കെ ലഹരി പദാർത്ഥങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു സമയമാണ്. പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ശത്രുശല്യമൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സമയമെന്നൊക്കെ ഈ 15 ദിവസത്തിനെ നമ്മൾക്ക് വിളിക്കാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് വളരെ വലുതായിരിക്കും. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ എടുക്കണം. കാരണം ഇവിടെ ചിലരുടെ ബാഹ്യ പ്രേരണയാൽ നിങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് കാണാം. ഒരിക്കലും അങ്ങനെ പാടില്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട തീരുമാനമായിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹം, പക്ഷെങ്കിൽ മറ്റുള്ളവർ പറയുന്നു എഞ്ചിനീയർ ആകാൻ. ഒരിക്കലും അത് ചെയ്യല്ലേ. നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാവിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് രേവതി നക്ഷത്രക്കാരല്ലാതെ അവരുടെ മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗം കൂടി നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. കാരണം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരിക്കലും അവരുടെ അഭിപ്രായം തുറന്നു പറയുവാനായിട്ട് ചില മാതാപിതാക്കൾ സമ്മതിക്കില്ല. മാതാപിതാക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കുവാനാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അവരുടെ ജീവിതം അവർക്ക് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. അതുപോലെ തന്നെ ഈ രേവതി നക്ഷത്രക്കാരെ കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് കുറച്ച് ഉന്നതിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഭാഗ്യമൊക്കെ നിങ്ങളെ തുണയ്ക്കുന്ന ഒരു സമയമാണ്. ഉദരരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് ഒത്തുതീർപ്പായി മാറുന്നതാണ്. അതിർത്തി തർക്കത്തിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. ചില അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ കുറച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് തൊട്ടാലും അത് വിജയിക്കും എന്നുള്ള ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗ്രഹങ്ങളുടെ സ്ഥാനവുമെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജി നിങ്ങളിൽ കൂടാനുള്ള സാധ്യത വളരെയേറെയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാനും പൂജിക്കാനും ശ്രമിക്കുക. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളിൽ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. എന്നാൽ പ്രാർത്ഥന
ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കർമ്മം ചെയ്യുക, വാക്കും പ്രവൃത്തിയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വാക്കുകൾ കൊണ്ടല്ല നിങ്ങൾ പ്രവൃത്തി ചെയ്യേണ്ടത്. രേവതി നക്ഷത്രക്കാർക്ക് നമ്മൾ മുൻപും കണ്ട ഒരു പ്രശ്നമാണ്, നിങ്ങൾ വാക്കുകൾ കൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. പ്രവൃത്തി പദത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. വാക്കുകളാണ് നിങ്ങളുടെ പ്രവൃത്തി എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഒരാളോട് പറഞ്ഞ് അത് ജയിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം ആയി എന്നല്ല, നമ്മൾക്കത് ലഭിക്കുന്നില്ലല്ലോ. നമ്മൾ പറയുന്നു എന്നല്ലാതെ നമ്മൾക്കത് ലഭിക്കുന്നില്ല. അത് ലഭിക്കുവാനുള്ള ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. രേവതി നക്ഷത്രക്കാരോട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. എല്ലാം ഭാഗ്യങ്ങൾ മൂലം നിങ്ങൾക്ക് വരുന്നതാണ്. പക്ഷെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യമുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, സഹജീവികളോട് കരുണയോടെ പെരുമാറുക. ഇത്രയും കാര്യങ്ങൾ രേവതി നക്ഷത്രക്കാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.